അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം വിചാരിക്കണ്. അപ്പൊ ഇന്ന് നമ്മള് വീട്ടിലത്തെ കുറച്ച് വാങ്ങലൊക്കെ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക. പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് മാർക്കിലിട്ടാ. അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ മക്കൾ ഇന്ന് നമ്മൾ 5-ാം നോമ്പിന് ഇന്ന് സ്പെഷ്യലായിട്ട് ഈത്തപ്പായം പൊരിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അതിന്റെ മാവ് ഉണ്ടാക്കല്ലേ? മാവ് റെഡിയാക്കി വെക്കട്ടെ. കട്ടിയിലേക്ക് ഇവിടെ കട്ടിയില്ലേ ഉപ്പിട്ടാ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ പൊരി ഈത്തപ്പായം പൊരിയാണ്. 5-ാമത്തെ നോമ്പിനിട്ടാ ഈത്തപ്പായം പൊരി. അപ്പൊ നെയ്ച്ചോറൊക്കെ ഉള്ള അരിയാണിത്. ഇനി കഴിക്കേണ്ടത് അരി കഴുകണം. കഴുകി കിട്ടാ. വെള്ളം തളിച്ചോട്ടല്ലേ? വെള്ളം തളിച്ചിട്ട് ഇട്ടെടുക്കാം കഴുകിക്കാണ്ട്. അപ്പം നമ്മൾ സ്പെഷ്യലായിട്ട് നെയ്ച്ചോറൊക്കെ ഉള്ള പരിപാടിയാണ്. അപ്പോൾ അതാ വെള്ളം വെച്ചിട്ടുണ്ട് കുക്കറിൽ. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഉള്ളി ക്യാരറ്റൊക്കെ വാട്ടിയിട്ട് വെള്ളം ഒഴിച്ചെടുത്തു. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഇനി വെള്ളം തിളക്കട്ടെ, എന്നിട്ട് അരി ഇട്ട് കൊടുക്കാം. നെയ്ച്ചോറാട്ടോ. ചിക്കൻ കറി ഇല്ലേ? ചിക്കൻ കറി ഉണ്ടാക്കാം. വെള്ളം ഒഴിച്ചെടുത്താ. വെള്ളം ഒഴിച്ചിട്ട് കഴുകാം. അപ്പം അതിലൊക്കെ നല്ല കയ്യിലുണ്ട്. ഞാൻ വെള്ളം തിളക്കുന്നുണ്ട് കുക്കറിലിട്ടോ. ഇട്ട് കൊടുക്കല്ല, ഇട്ട് കൊടുക്കാം. വെള്ളം തളിച്ച് ഉള്ളിലേക്ക് ഇട്ടെടുത്തോളാം. അപ്പോൾ നെയ്ച്ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ ഇട്ടെടുത്തു കഴുകി അല്ലേ? ഇനി മൂടി വെക്കാം. മൂടിത്തോളാം. നമ്മൾ കറിയൊക്കെയുള്ള ഉള്ളിയാണിത്. കട്ട് ചെയ്ത് തരും. കട്ട് ചെയ്ത് തരാം, കഴുകി തരാം. നമ്മൾ നെയ്ച്ചോറിലേക്കുള്ള ചിക്കൻ കൊടുത്തു കിട്ടാം. കറി ഉണ്ടാക്കാമല്ലേ? കുറച്ച് വെളിച്ചെണ്ണ വെക്കാം. അപ്പോൾ കുറച്ച് നേരത്തെ പൊരിക്കല്ലേ? കറിക്ക് കുറച്ച് കറി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ചെയ്താൽ തൊലിക്കട്ടെ ഉള്ളിയൊക്കെ. ഇത് കറിക്കുള്ള തേങ്ങ. കറിക്കുള്ള ഉള്ളിയാണ്. ഉള്ളി കറിക്കുള്ളത്. ഇഞ്ചി വെളുത്തുള്ളിയില്ലേ? തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം ചിക്കൻ കറി നെയ്ച്ചോറും കട്ട് ചെയ്യണം. പിന്നെ ഉള്ളി കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് തരട്ടെ. ചെറുതാക്കി കട്ട് ചെയ്താണ്. അങ്ങനെ ചെറുതാക്കി ഉള്ളി കട്ട് ചെയ്യാണ്. നമ്മളെ മറ്റേ കത്തിൻ്റെ ഇത് ആ കത്തിയോടെ കാണാൻ നല്ല പട്ടക്കത്തിൻ്റെ നല്ല സ്പീഡായിട്ട് ഇതാകുമ്പോൾ കുറച്ച് കട്ടിനായിട്ട് ഉള്ളി ഇങ്ങനെ നമ്മളെ ബിരിയാണി കട്ടാക്കണം. ഇനി ചിക്കൻ നന്നാക്കട്ടെ. റെഡിയായിട്ട് ചിക്കൻ കേക്ക് എടുക്കട്ടെ. കുറച്ച് പൊരിക്കാനെടുത്താളാ. മസാല ആക്കാം. കേക്കട്ടെ. അപ്പം വത്തക്കട്ടാ ഫ്രൂട്ട്സ് വാങ്ങിക്കണല്ലേ? മുന്തിരി ജ്യൂസ് വേണേ. വത്തക്ക കഷ്ണം വെട്ടിയേക്കാം. ചൂടായതുകൊണ്ട് വത്തക്ക നല്ലത്. വത്തക്ക എന്താ പറയുക? നമ്മളവിടെ കിലോ 26 റുപ്യാണ്, ചിലത്തൊക്കെ 22 റുപ്യാണ്. കട്ട് ചെയ്തുകൊണ്ട് വത്തക്കനെ കട്ട് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യണ്ടല്ലേ? പുറത്ത് സൗണ്ട് കേൾക്കണ്ടല്ലേ കുട്ടികളെ? ഞാൻ വത്തക്ക ചെറുതാക്കി കട്ട് ചെയ്തിട്ടാ. നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് തിളച്ച് ഇതാ സെറ്റ് ആയിട്ടാ. നെയ്ച്ചോറ് സെറ്റ് ആയിക്കണ്. അപ്പൊ ഇന്ന് നമ്മള് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത് 5-ാം നോമ്പിന്. അത്യാവശ്യം തിളക്കണ്ട് കേട്ടാ.
ഇനി കുറച്ചൊന്നുകൂടി ഒന്ന് മുടിച്ചാല് പാകവും. പപ്പടം പൊരിക്കാം. നമ്മൾ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, നെയ്ച്ചോറ് കിട്ടാ സലാഡാണ്. നമ്മൾ ഈത്തപ്പഴം പൊരിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ചട്ടിയിലിട്ടിട്ടുണ്ട്, പൊരിച്ചെടുക്കാണ്. വെണ്ണൊക്കെ ചൂടായില്ലേ? ഇനി ഒരു ഭാഗം റെഡി ആട്ടെ, എന്നിട്ട് മറിച്ചിടാം. മറിച്ചിട്ടൂടെ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ പൊരി ഈത്തപ്പഴം പൊരി കേട്ടോ. ഈത്തപ്പഴം അപ്പം ഇന്ന് ജ്യൂസ് മുന്തിരി ജ്യൂസാണ്. നല്ല കഴുകി വൃത്തിയാക്കി നമ്മൾ ജാറിലിട്ടിട്ടുണ്ട്. നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കല്ലേ? അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം കുറച്ച് വെച്ചോ. വെള്ളം പറഞ്ഞിട്ട് ചെറിയ ജാറിൽ അടിക്കണ്ട, നല്ല അരയാൻ വേണ്ടിയിട്ടില്ലേ? അടിച്ചെടുക്കല്ലേ? അടിച്ചെടുക്കാം. അപ്പൊ ഒന്ന് മുന്തിരി ജ്യൂസ് ആട്ടോ നമ്മൾ അടിക്കാൻ പോണത്. മുന്തിരിയൊക്കെ കഴുകി ജാറിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താ വെള്ളം ഒഴിച്ചാണ്ട് അരച്ചെടുക്കുക. അപ്പൊ ഇന്നത്തെ ജ്യൂസ് മുന്തിരി ജ്യൂസാണ്. ഇനി അടിച്ചല്ലേ? അപ്പൊ നമ്മളെ ജ്യൂസ് അടിച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരിച്ചെടുക്കല്ലേ? അരിച്ചെടുക്കുക. അപ്പം തരിപ്പിച്ചാൽ അടിച്ചെടുക്കാൻ ഒരു പ്രാവശ്യം അടിക്കേണ്ടി ഇരിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. കട്ടിയില്ല. അപ്പോൾ ഒന്ന് സ്പെഷ്യൽ മുന്തിരി ജ്യൂസ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല പാകത്തിന് വേഗം റെഡി ആയിക്കണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറി ഇട്ടാ. ഒക്കെ സ്പെഷ്യലാണ്. ചിക്കൻ കറി നെയ്ച്ചോറും പപ്പടവും കേട്ടോ. ഏതെങ്കിലും ഒരു കടി വേണം നോമ്പറക്കുമ്പോൾ. ദോശയും പുട്ട്, ഒരു ദിവസം പുട്ട്, ദോശ, ഓരോ ദിവസം ഓരോന്നുണ്ടാക്കാം. പത്തിരി, പൂരി, അങ്ങനെയൊക്കെ ഓരോന്നുണ്ടാക്കല്ലേ. പൊറോട്ട. അപ്പോൾ ഈത്തപ്പഴമൊക്കെ പൊരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പൊരിട്ടാ ഈത്തപ്പഴ പൊരി. എന്നും ഒരു പൊരി ഉണ്ടാക്കാം നമുക്കിട്ടാ. കാരണം പൊരി ഉണ്ടാകുമ്പോൾ ഒരു വെള്ളത്തേക്കൊരു ഇതാണ്. അത് കടലൊക്കെ പാടെ നിറച്ച് റൂട്ടും വെക്കുന്നുണ്ട്. സമൂസ, ഉഴുന്നുവട എല്ലാം ഉണ്ട്. എന്നും നമ്മൾ പുറത്താൻ പറ്റില്ലല്ലോ. വീട്ടിൽ നമ്മൾ അധികം മഴ നമ്മൾ ഉണ്ടാക്കലാണ് അല്ലേ? ഉണ്ടാക്കാം. നോമ്പിന് മുന്നേ പറഞ്ഞ ഉണ്ടാക്കണ്ട നമുക്കൊന്നും. പക്ഷെ നമ്മൾ വിറ്റാലെ വിചാരിച്ചിന്. പിന്നെ ഇപ്പോൾ സമയം കിട്ടില്ല. പണി പിന്നെ ഉണ്ടാക്കും. നോമ്പം പിന്നെ ഒരു പരിക്കാണ്ടാവും രസമാണ് കുട്ടികൾക്കും. മറ്റേ പുറത്തുനിന്ന് സമൂസ ഉണ്ട്. പിന്നെ ഗൾഫ് താമിയ ഉണ്ട് അവിടെ വെക്കുന്നത്. അവിടെ ഉണ്ട് അങ്ങാടിയിൽ. എൻ്റെ തനിങ്ങാടിയിലുണ്ട് താമിയ. നല്ല കച്ചവടമാണ് അവിടെ. ഒരു ദിവസം കൊണ്ടുവരാം. 6 മണിയായില്ലേ? റെഡിയാക്കി വെക്കുക. നമ്മളെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് റൈസ് കാർഡ് ഇട്ടേക്ക്. കുറച്ച് പിടിച്ചിലൊക്കെ അല്ലേ? ഒരു 10-15 മിനിറ്റ് പിടിച്ചിലേക്കട്ടെ. അപ്പം ഇന്ന് മുന്തിരി ജ്യൂസാണ്. പിന്നെ വന്ന് നല്ല ചൂടും ഉണ്ട്. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തു. പക്ഷെ അപ്പം തന്നെ നിന്ന് വേണം. ഞങ്ങൾ കമ്പനിനകത്ത് മഴ പെയ്തിട്ട് തന്നെ ഇല്ല. അവിടെ കുറച്ച് ഇപ്പുറത്ത് അരണ്ടത്താണ് കുറച്ച് അങ്ങോട്ട് കുറച്ച് നനച്ചുകൊണ്ട് പോയി. കുറച്ച് അപ്പുറത്ത് പിന്നെ മഴയൊന്നുമില്ല. ചില ഭാഗത്ത് നല്ല എന്തായാലും ഞാൻ നല്ല മിന്നും മഴയൊക്കെ ഉണ്ടായിക്കണ്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ജ്യൂസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുട്ടാ. ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈത്തപ്പഴമൊക്കെ പൊരിച്ചു പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട്. പ്ലേറ്റിലാക്കി ഡൈനിങ് ഹാൾ കൊണ്ടുപോവാം. വെക്കാം. ക്ലാസ്സൊക്കെ റെഡി ആക്കട്ടെ. ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ മാക്സിമം റെഡി ആക്കിയിരിക്കണ്. ജ്യൂസും ബത്തൊക്കെ ഉണ്ട് കേട്ടോ. കൊടുക്കും. പാകൊടുത്ത് ഓൽ പറഞ്ഞോളി. ശരി പോര്. ഇപ്പോൾ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നു. നമ്മൾ പൊരിക്കടി നട്ടാ. പൊരിക്കടിക്ക് തന്നോളി. അപ്പം നീത്തപ്പഴം വെച്ചത് വത്തക്കെല്ലാം മതിരുണ്ട്. എടുത്തോല്ലോ എടുത്തോ. ജ്യൂസ് കുടിച്ചാട്ടാ. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി കേട്ടോ. കഴിക്കാം. അപ്പോൾ കറിയും വെള്ളമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യൽ പപ്പടം വെച്ചിട്ടല്ലേ? നെയ്ച്ചോറാണ്. അപ്പോൾ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഭക്ഷണം കഴിക്കല്ലേ? എന്നാ
എന്നാൽ കുറച്ച് കറിയൊക്കെ പറഞ്ഞാൽ അന്ന് സ്പെഷ്യലായിട്ട് പപ്പടം ഉണ്ട്, നെയ്ച്ചോറ് കേട്ടോ, ചിക്കൻ കറി ഉണ്ട്, സലാഡ് ഉണ്ട്, പിന്നെ അച്ചാറില്ലേ, അച്ചാറും. അപ്പം നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പം ഇന്നത്തെ 5-ാം നോമ്പിന് സ്പെഷ്യൽ നമ്മളിന്ന് ഇങ്ങനെ കഴിക്കല്ല, അതും കൂടി ഒരു പിടിച്ച് കഴിക്കട്ടാ. നമ്മൾ പണ്ട് ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങനെ കഴിച്ചേ. കഴിച്ചോളി. എല്ലാവരും ഇതിന് കഴിക്കാം. ഇവിടെ ഇട്ടോ. അങ്ങനെ കഴിക്കാം. 4 ചേട്ടൻ എല്ലാവരും കൂടി കഴിക്കട്ടാ. ഇനി അവിടെ വെച്ചാ 4 അവിടെ വെച്ചാ. അപ്പം എന്താ നിങ്ങൾ ഇങ്ങനെ കഴിക്കണം കേട്ടോ. എല്ലാവരും വേറെ പ്ലേറ്റിൽ നിന്നാണ് കഴിക്കാൻ പോണേ. അച്ചാറൊക്കെ സലാഡൊക്കെ എല്ലാവർക്കും ഇട്ട് കൊടുത്താളാ. പപ്പടം നീക്കി കൊടുത്താ പപ്പടം എടുക്കുക. നീ കഴിക്കല്ലേ? ആ അച്ചാറ് കുറച്ച് കിട്ടോ. ഞാൻ അച്ചാർ അവിടെ നിന്ന് എടുക്കാം നമുക്ക്. അപ്പം അതിൽ കഴിക്കട്ടെ. കഴിച്ചോളി 4. കഴിക്കല്ലേ? ബിസ്മില്ലാ. ദിനു വാ. സുണ്ടരാ ഇങ്ങനെയൊക്കെയല്ലേ നല്ലത്. കഴിച്ചോളി 4. പപ്പടം എടുത്തു പോയി കറി. അപ്പം ഇന്ന് നോമ്പ് 5ആയില്ലേ? ഇന്ന് സ്കൂളിട്ടൊക്കെ വന്നില്ലേ? 2 സ്കൂൾ പോയിന്. പിന്നെ എന്താ പറയാന്, ഇന്നലെ രാത്രി ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു അല്ലേ? ചില ഭാഗത്ത് നല്ല മഴയും പെയ്തു. 2 ദിവസമായിട്ട് ഇങ്ങനെ മഴ അവിടെ ഇവിടെയൊക്കെ പെയ്യുന്നുണ്ട്. ഇവിടെ ഇന്നലെ ചെറുതായിട്ട് മഴ പെയ്തു. അതുകൊണ്ട് നല്ല ചൂടൊക്കെ ഉണ്ട് ഇന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇൻഷാല്ലാ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.